എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു ഉദയനൻ്റെ ഒരു കഥ പറഞ്ഞിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ അത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ ഉദയനൻ്റെ കഥ എന്നും ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മാത്രം പറഞ്ഞിട്ട് അങ്ങ് നിർത്തിക്കളഞ്ഞല്ലോ എന്നുള്ളത്. അപ്പോൾ അത് ഓരോ ഭാഗമായിട്ടാണ് ആ കഥ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഏതേനും പറഞ്ഞ് നമ്മളെ അന്ന് ഗുഹയാ എന്നേനും കുമ്പളത്തിലല്ലോ കല്ലറ അറയിൽ അറയിലുള്ള ഒരു കുമ്പളത്തിന്റെ കഥ, സ്വർണ്ണ കുമ്പളത്തിന്റെ കഥയല്ല പറഞ്ഞല്ലേ? പൊന്നുകൊണ്ട് കുമ്പളവള്ളി കുമ്പളവും കുമ്പളവള്ളിന്റെ ഒരു കഥ പറയും. അപ്പോൾ അത് ഓരോ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ആ ഉദയന്റെ കഥേന്റെ ലാസ്റ്റ് ഘട്ടമായിട്ടുള്ളത് പൊന്നിയ തങ്കത്തെ കുറിച്ചിട്ടില്ലേ? പൊന്നിയ തങ്കത്തിന്റെ കഥ. അംഗത്തിന് പോയെച്ചാല് ഉദയനെ വലവള്ളൂർക്കാവിലെ ഭഗവതിന്റെ ഉത്സവം നടത്തുന്ന ആടിയാന്ന് പട കുറിച്ച് അത് ഉദയനെ ഒരു ദിവസം ഇങ്ങനെ ഏട്ടനോട് പറഞ്ഞ് ആചാരത്തോട് അടക്കത്തോടെ, അതാ പാട്ടിലുള്ളല്ലേ? ആചാരത്തോടെ അടക്കത്തോടെ മോതിര കയ്യാലെ വായും പൊത്തി, മോതിര കയ്യാലെ വായും പൊത്തി. അങ്ങനെ ഏട്ടനോട് പറയാ, വലവള്ളൂർക്കാവിൽ ഭഗവതിന്റെ കാവൂട്ടും വേലയെ അടുത്തുപോയി. കിഴക്കേ നടയിൽ തിരുനുമ്പിൽ പന്തൽ പണികുറ്റം തീരുവമാണ്. പന്തലിന്റെ പണിയില്ല, പന്തലിന്റെ പണി. ഈ തിരുനുമ്പിൽ പന്തപ്പണി എടുക്കണം, അപ്പണി ഏട്ടം എടുപ്പിക്കണം. മറ്റുള്ളതല്ല ഒരുക്കുവെ ചാപ്പന നിയമിച്ച് കുന്നത്തിളമൂളക്കായലിൽ നിന്ന് വേണ്ടുന്ന തൂണ് മുറിപ്പിക്കുക, വലവള്ളൂർക്കാവിലെത്തിക്കുക, പണി ഏട്ടൻ എടുപ്പിച്ചോളണം. അങ്ങനെ ചാപ്പൻ പുറപ്പെട്ട് വലവള്ളൂർക്കാവിലെത്തിച്ച് ഏട്ടൻ ഇങ്ങനെ പണി നടത്തിക്കുന്നു. അങ്ങനെ ഒരു മാസം കൊണ്ടാണ് വലവള്ളൂർക്കാവിലെ ഭഗവതിന്റെ മുമ്പിലുള്ള പന്തപ്പണി കുറ്റം തീരുക. 7 ദിവസം കൊണ്ടാണ് ഉദയനെ പറഞ്ഞ ആളെ കൊണ്ടെല്ലാം ഇത് തീർത്തത്. എല്ലാരെയും ഏൽപ്പിച്ചു, എല്ലാ പണിക്കും ഏൽപ്പിച്ച് 7 ദിവസം കൊണ്ട് പന്തൽ പണികുറ്റം തീർന്ന് പന്തലൊരുക്കി വെടിയും വെച്ച്. വെടിവെച്ച് പന്തലൊരുങ്ങി കഴിഞ്ഞാൽ വെടിവെക്കും. ഇന്ന് നമ്മളെ വലിയ വലിയ ആൾക്കാരെല്ലാം വെടിവെക്കും, പന്തലൊരുങ്ങി എന്നുള്ള വെടിവെക്കും. അപ്പൊ അത് ലോകം മുതിർന്ന ആൾ കൂട്ടുന്നുണ്ട് പന്തപ്പണി കുറ്റം കാണുക. പന്തലിന്റെ പണി എങ്ങനെയാന്ന് നോക്കുക, അതിനാണ് വെടിവെച്ചത്. പന്തലൊരുക്കി വെടിവെച്ചല്ലേ. കേട്ടിട്ട് ആൾക്കാർ വന്ന് 4 കൊല്ലം വാഴുന്ന ആൾക്കാരും പിന്നെ അതിൻ്റെ കൂടുതലുള്ള ആൾക്കാരും എല്ലാവരും പറഞ്ഞ് പന്തൽ ഇങ്ങനെ നോക്കുമ്പോൾ പന്തപ്പണി കുറ്റം എല്ലാം തീർന്നെല്ലാം റെഡിയായി. യോഗം മതിച്ചങ്ങനെ ആള് വരുന്നുണ്ട് ഇത് കാണുക. അപ്പൊ ഇങ്ങനെ ഉദയൻ ഇങ്ങനെ പന്തലിൽ ഇലായിട്ട് നടക്കുക, ഇങ്ങോട്ടും ഇലായി നടക്കുക. ഇങ്ങനെ അങ്ങോട്ടും പന്തലില് ഇങ്ങനെ ഇലായിക്കൊണ്ട് നടക്കുക. ഉദയൻ നോക്കുമ്പോ മതിലൂർ കുരുക്കളും ശിഷ്യന്മാരും കളരിയും കഴിഞ്ഞിട്ട് വരിക. കളരിയും കഴിഞ്ഞിട്ട് പുറപ്പെട്ടു വരുമ്പോ ഈ പന്തപ്പണി കുറ്റം കാണാലോ എന്ന് വിചാരിച്ചിട്ട് വലവള്ളൂർക്കാവിലേക്ക് വരുന്നു. അപ്പൊ ഉദയൻ ഇങ്ങനെ അങ്ങ് ദൂരെ കാണുമ്പോ ഇന്ന് കണ്ട് മനസ്സിലാക്കി, അതാരത് വരുന്നത്? മതിലൂർ കുരുക്കളും ശിഷ്യന്മാരാ, യോഗം മതിച്ചാ വരുന്നത്. അപ്പൊ ഉദയനം കണ്ടേരാ. ഉദയനം പറഞ്ഞ് ഏട്ടനോട്, ഏട്ടാ മതിലൂർ കുരുക്കളും ശിഷ്യന്മാരും യോഗം മതിച്ച് വരുന്നുണ്ട്, കുരുക്കളോടും കൊണ്ട് വെക്കും ഞാൻ. കുരുക്കളോടും കൊണ്ട് വെക്കും എന്ന് പറഞ്ഞു, അടവുകള്. അപ്പോ ഏട്ടൻ പറഞ്ഞ, എല്ലാ ഉദയന ഇനി എന്തല്ല പറയുന്നത്, ഇഞ്ചെ എന്റെ കുരുക്കൾ 10,000 കുരുക്കൾ എല്ലാരെയും പഠിപ്പിച്ചോറാ.
കുരുക്കളോടും കൊണ്ട് വെക്കുന്നാന്ന് ചോദിച്ചു. ഉം. അപ്പൊ ഉദയനൻ പറഞ്ഞു, ഇന്റെ എൻ്റെ കുരുക്കളെങ്കും ഉം. 10,000 കുരുക്കളെങ്കും കുഞ്ചാരനാന്ന് കൊലവാവൻ. കുഞ്ചാരണ കുഞ്ചാരൻ, ആണോ? കുഞ്ചാരനുള്ളൊരു കൊലപ്പേര. ആ ആ അതുകൊണ്ട് എൻ്റെ തലമണ്ണ് കുത്തോളും കുഞ്ചാരൻ ആചാരം ഞാൻ ചെയ്യില്ല. ഉം. ഉം. അതാണ് പറഞ്ഞത്. അവിടെ ഒരു പാട്ടും വന്നു, എന്ത് ഉം. വേഗം പാടിക്കൊട്ട്. നിങ്ങളെയു എൻ്റെ കോരിക്കളെങ്കും 10,000 കോരിക്കളെങ്കും കുഞ്ചാരനാണ് കോലവാവേനോ എൻ്റെ തലമണ്ണ് കുത്തുവോളൂ ഉം. കുഞ്ചാരനാചാരം ഞാൻ ചെയ്യല്ല. ഉം. അങ്ങനെ പാടി നിൽക്കുന്നേരത്ത് പാടിയും പറഞ്ഞാൽ നിൽക്കുന്നേരത്താണ് കുരുക്കളും കുരുക്കളും ശിഷ്യന്മാരും ഉം. ഒലവള്ളൂർക്കാവിൽ വന്നുകാരി നടയിൽ വരിക്കപ്പിലാവുണ്ട്. അതിനോട് തോക്ക് കൊണ്ടുപോയി അടച്ചാരി ഉം. ഓടിക്കൊണ്ടുപോയി ഉടനെ ഉം. തോക്കിങ്ങെടുത്ത് ഇറ്റാര് ഉം. ആടെ ഒരു പാട്ടാ പാടിക്കൊടുത്ത് കുരുക്കളോട്. ഉം. പൊൻകുന്തഞ്ചാരും വീരാവിനോട് മൺകുന്തം കൊണ്ടോയി ചാരിയതാരി. നമ്മളെ ഈ പൊൻകുന്തോ ചാരുന്ന പിലാ മങ്കുന്താരാ കൊണ്ട ചാരിയ. തോക്ക് ചാരവും പാടില്ല എന്നല്ലേ? അപ്പോ കുരുക്കൾ പറഞ്ഞ്, അച്ചോളി മേപ്പേലെ കുഞ്ഞോദേനാ അറിയാതിടം കൊണ്ട് ചാരിപ്പോയി അറിഞ്ഞിടം കൊണ്ടിങ്ങെടുത്തോളാലോ. ഓഹോ, അങ്ങനെയാ. അവിടെ തോക്കിങ്ങെട്ട് തോക്കെട്ട് തിരിച്ചും മറിച്ചും തിരിച്ചൽ മറ്റലും നോക്കി. തോക്ക് തിരിച്ചും മറ്റലും നോക്കുമ്പോ ഒക്കെ ഇപ്പോൾ പണി ചെയ്ത പുത്തൻ തോക്ക് മയിലിനെ വേടി വെക്കേം പറ്റിയ തോക്ക്. അപ്പോ കുരുക്കൾ പറഞ്ഞ്, തച്ചോളി മേപ്പേലെ കുഞ്ഞോദേനാ കൊലവും കോല പേർവെല്ലെണ്ണി. അപ്പൊ ഇയാളെ കൊല ഉണ്ട് ഇവിടെ കുരുക്കളെ. ഓഹോ, അപ്പം ഉദയനൻ പറയാണ്, എണ്ണയിൽ എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വട ഒരുക്കില്ല, നമ്മൾ വട ഒരുക്കുന്നത്. അപ്പോ കുരുക്കൾ പറഞ്ഞ്, പിന്നെ ഉദയന നല്ല ഉറപ്പോ വഴിയോ തിന്നി. നല്ല ഉറപ്പ് തന്നെയാ എന്ന് പറഞ്ഞു. ഉദയനൻ പറഞ്ഞ നല്ല ഉറപ്പ് തന്നെയാണ്. എന്നാ പിന്നെന്താ പട ഒരുക്കുമെന്ന് പറഞ്ഞു. പൊന്നിയത്തേർ കടത്തിലേക്കാ പട ഒരുക്കുന്നത്. അപ്പോ ഉദയനോട് വെച്ച്, ഉദയന നല്ല ഉറപ്പോ വഴിയോ തിന്നി. നല്ല ഉറപ്പ് തന്നെയാണ്. എന്നാ പിന്നെ പട. മേലിൽ വരുന്നൊരു കുംഭമാസം 9/10/11 3 ദിവസം പാട കുറിച്ച്. അപ്പം പറഞ്ഞ് അതുപോലെ എന്താ കുറിയോലെഴുതി മാറ്റണം, വെത്തില വെച്ച് മുറിക്കണം എന്ന്. ഓ, അപ്പൊ കുറിയോലെഴുതി മാറ്റി. കുറിയോല വെച്ചാല് അന്ന് ഓലയാ, ഇന്നത്തെ പേപ്പറും കടലാസൊന്നും അല്ല. ഓലയിൽ ചെമ്പോലയിൽ എഴുതി അപ്പുറവും ഇപ്പുറവും മാറ്റി. അതും പോരാ, വെത്തില വെച്ച് മുറിക്കണം എന്ന്. വെത്തിലയും വെച്ച് മുറിച്ച്. ഓ, അങ്ങനെ അതിലും കുരുക്കളും ശിഷ്യന്മാരും അങ്ങനെ പുറപ്പെട്ടു പോവാ. തച്ചോളി ആയിക്കോട്ടെ മേപ്പേൽ തായക്കൂടി പോണ. അപ്പൊ ആടെ പോണ പോക്കില് ഉദയൻ്റെ ഏട്ടൻ കുറിപ്പുണ്ട്. അയാള് വീട്ടിലാള്. അയാൾ പറഞ്ഞ്, അല്ല അതിലൊരുക്കളെ പിന്നെ കരമക്കയറിയിട്ട് പോരോ, കരമക്കാരോ നേരം വെള്ളിര് കുടിച്ചിട്ട് പോരോ, വെള്ളിയും കുടിക്കുന്ന നേരം പോരാന്ന്. ഇതെന്താ വെത്തില കുടിച്ചിട്ട് പോരോന്ന്. വെത്തില ഉദയൻ തന്നു പോയിന്ന്. അപ്പോഴൊക്കെ ഏട്ടൻ കുറിപ്പിന് മനസ്സിലായി, നേരത്തെ പോലെ അല്ല, ഓരോന്നിനും ഓരോരു സംഗതി ഉണ്ടാവും. അംഗം കുറിച്ച്. അപ്പോ ഇയാൾക്ക് മനസ്സിലായി, ഓ വെത്തില കുറിച്ചിട്ടുണ്ടെങ്കിൽ അംഗം കുറിച്ചെന്നുള്ളതാണ് ഏട്ടൻ മനസ്സിലാക്കിയ ഉറപ്പ് തന്നെ. ആ മനസ്സിലാക്കിയ റെഡി തന്നെ. ഓ, അങ്ങനെയാ.
ഓലെ ബൈക്ക് പോയി. അപ്പം ഭഗവതിൻ്റെ ഉത്സവമെല്ലാം കഴിച്ചു കൂട്ടി ഉടനെ പെരക്ക് വന്ന് ഏട്ടൻ കുറിപ്പ് വെച്ച് ഉടന എന്തല്ല ഭഗവതിൻ്റെ കാവൂട്ടുമ്പേലെല്ലാം ഭംഗിയായി കഴിഞ്ഞോ? ഓ ഭംഗിയായി കഴിഞ്ഞാട്ടാ. ഭംഗിയായി കഴിഞ്ഞാട്ടാ. മതിലൂർക്കുരുക്കൾ വന്നു. ആടെ മതിൽക്കുരുകൾ വന്ന് കുരുക്കൊക്കെ വെത്തിലോട്ടിനു. വെത്തിലോട്ട് എന്താ വെത്തിലോട്ട് അംഗം കുറിച്ച പിന്നെ പറയേണ്ടതില്ല, അവർക്കറിയാലോ. ഓ ഇതെന്ത് കഥയാവതേനാന്ന് അത് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അല്ല ഇഞ്ച് നാട്ടിൽ 18 ഇഞ്ച് കുരുക്കളല്ലേ ഉടേന അത് കേട്ടാ. നാട്ടിൽ 18 എൻ്റെയും കുരുക്കളാണ്. കുഞ്ചാരനല്ലേ കൊലവേ, അതുകൊണ്ട് കുഞ്ചാരനാചാരൻ 5 എല്ലാന്ന്. ഓ അങ്ങനെ അപ്പം പട കൊട്ടിട്ടുണ്ടല്ലോ ഇവിടെ. ഇങ്ങനെ അത് നോക്കുമ്പോൾ പൊന്നിയ 3 ഇവിടെ അടുത്ത് പോയി. ഓ കോമപ്പക്കുറുപ്പാ മൂത്തേട്ടെ കോമക്കുറുപ്പ്. ഓ ഏട്ടൻ്റെ അടുത്ത് പോയി. എന്താ വെച്ചാല് പുണ്യമ്പടക്ക് പോകുമ്പം സാധനങ്ങളും വേണം. എന്നൊരു ചമയങ്ങളല്ലോ. പട്ടായിട്ടും പട്ട് നൂലായിട്ടും നൂലായിട്ടും ബമ്പൂച്ചണ്ടായിട്ടും 300 പണത്തിന് ചാരക്ക് വേണം കോഴിക്കോട്ടങ്ങാടി പോകണട്ടാ. അങ്ങനെ പറഞ്ഞു. അപ്പോ എന്നാ കോഴിക്കോട്ടങ്ങാടി ഇപ്പം ഏതായാലും പട കുറിച്ചല്ലേ ഇപ്പം പോകാണ്ട് ചെയ്യല്ലോ. നപ്പനെപ്പോട് ചാപ്പനുണ്ട്. ചാപ്പനും അതെല്ലാം കൂടി ഏട്ടനോട് അനുവാദം വാങ്ങി പുറപ്പെടുമ്പോ ഏട്ടൻ പറഞ്ഞ് ചാപ്പാ എന്താ കോഴിക്കോട്ടങ്ങാടി പോണേത്ത് പുലിമുണ്ട കാട്ടൂട്ട പോയേക്കറെ പുലിമുണ്ട ചാത്തുകുറുപ്പെന്നവരും കൂടെ 11 അനുജന്മാരും. പുലിമുണ്ട കുറുപ്പും കൂടെ 11 അനുജന്മാരും കരിങ്കോയും മക്കളും കഴിഞ്ഞ പോലെയാ. കരിങ്കോയി മക്കളും കഴിഞ്ഞ പോലെയാ. ചുങ്കം കടക്കണ്ടിക്കല് ചുങ്കപ്പൈസ കൊടുക്കണം. കൈകടിയനാ കുഞ്ഞോതേനെ പൈസ കൊടുക്കൂല. അപ്പൊ ആടെ കുഴപ്പാവും. പിന്നെ 11 അനുജന്മാരുണ്ടല്ലോ, അതുകൊണ്ട് അതിലെ പോകരുതേ എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു ചാപ്പ. ആടിന് ഇത് പറഞ്ഞു പടി കഴിഞ്ഞ് പോണേരെ ബൈക്കെത്തിയരെ ഉടനെ ചോദിച്ചല്ല ചാപ്പ ഇത് പുലിമുണ്ടക്കാട് അത് അങ്ങപ്പറ അതിലോട്ട് ഇതിലോട്ട് എന്നാ പിന്നെ നമുക്ക് അതിൽ തന്നെ പോണോന്ന് അതിൽ തന്നെ പോണോ? ഓ അതെന്നാ പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് എങ്ങോട്ട് പോയാലും അതിലെ പോണോ? അതിലെ പോയി പുലിമുണ്ടക്കാട് കടക്കം നോക്കുമ്പോ ചാത്തുക്കുറിപ്പ് എന്താ ചുങ്കപ്പൈസ വേണമെന്ന്. അത് ഏതാള് പോയാലും ഉദയനായാലും അല്ല ആരായാലും ഇല്ല, ചുങ്കപ്പൈസ കൊടുക്കണം ആടെ. ഇപ്പം ചില സ്ഥലത്ത് വണ്ടിയെല്ലാം കൊണ്ടുപോയാൽ ആടെ ചുങ്കണ്ടേ, ആടെ റെസീറ്റ് ഇത് ആക്കൂലേ. നമ്മള് വണ്ടിക്കാർ പൈസ നമ്മള് പോലെ കഴിഞ്ഞിട്ട് അത് റെസീറ്റ് ആക്കിയിട്ട് വാങ്ങും. അതുപോലത്തെ ഒരു പരിപാടിയാ അത് ചുങ്കപ്പൈസ. അപ്പോ അതില് അങ്ങ് കടക്കുന്ന ചുങ്കപ്പൈസ വെക്കുന്നത്. ചുങ്കപ്പൈസ ചുങ്കപ്പൈസ അത് ശരി. ഇവിടെ ഇത് കടക്കണ്ട ചുങ്കപ്പൈസ വേണമെന്ന് ഉദയനം വേഗം പറഞ്ഞു. ചുങ്കപ്പൈസയും വേണമെങ്കിൽ നാവിയൻ കാത്തിയെടുത്ത് വന്നു. ആ പേടെ എത്തിപ്പോയി വാക്ക് ചുങ്കപ്പൈസ വേണ്ടി നാവിയൻ കത്തി വിട്ട് വന്നോന്നറിയുന്നു. ആ അപ്പോഴത്തെ കളിയും ചാത്തുകുറുപ്പ് വിളി മക്കൾ വിളി. ഓഹോ ഇതാ ഉദയൻ വിളി. ചാപ്പൻ പറഞ്ഞാടുന്ന് ആടാ അംഗം പെട്ട പോലെ നിലയെന്ന് അന്തം മറിഞ്ഞ് കാല് വന്ന ഭൂമി ചേർമൾക്ക് 12 തലാർത്താൻ 12 ആള് നിലം തൊടുന്നതിന് മുന്നേ
അഭ്യാസമല്ല അത് ഉള്ളവർ കളരിന്ന് പഠിച്ചല്ലേന്ന്. ആ ആ വേല അല്ല തലാട്ട് ചുങ്കപ്പയ്യ മണ്ടൊന്നും വേണ്ട ചാപ്പനെ കൂട്ടി നട്ടു കേട്ടേക്ക് കോഴിക്കോട്ടെ അങ്ങാടിയിലെത്തണ്ടേ. അപ്പൊ ഇങ്ങനെ ചാപ്പനോട് വരും. ചാപ്പൻ അടുത്തിങ് വിളിച്ച് തോല് കൈ കെട്ടി വീണുണ്ട് ലേശം. ഇവിടെ അംഗം വെട്ടിയതല്ലേ. ആളാ ഇങ്ങനെ കൊന്ന ഒരു ഭരത്തമുണ്ട്. അതിന് ഭരത്തം എന്നാ പറയാ. ഒരു ആർക്കും ഒരു ടെൻഷൻ എന്ന് പറയും. ഇപ്പം പറയാ ഇപ്പോഴത്തെ ആൾക്കാർ വലിയ ടെൻഷൻ. ആ അന്ന് ഭരത്തം എന്നാ. അപ്പോ പിന്നെ ചാപ്പ ക്ഷീണം വരുത്തേനക്കുണ്ട് ചാപ്പ ആളെ കൊന്നുള്ള ഭാരത്തമുണ്ട്. ഇവിടെയും ഒരു തണക്കൊള്ളണമെന്ന് ഒരു തണലിലെ ഇവിടെയും കൂടി തണക്കൊള്ളണം. അപ്പം കൊറേ ഒന്നാ അങ്ങോട്ട് നോക്കുമ്പോ ഒരു ആലിന്റെ മരം കണ്ട് തറ ആൽത്തറ. ഇവിടെ ഒരു സൗകര്യം. അവിടെ കാര്യം ചാപ്പ ഇങ്ങനെ ഇരുന്ന് ചാപ്പന്റെ മടി തലയും വെച്ച് ഉടനെ അങ്ങനെ കിടന്ന് മയങ്ങുക. ഉറക്കൊന്നുമല്ല മയക്ക. മയക്ക ഉറക്ക തന്നെ. മയക്കൊന്ന് പറഞ്ഞ ഉറക്ക തന്നെയാ. മയങ്ങിട്ടുണ്ടെങ്കിൽ ഉറക്ക. അങ്ങനെ ചാപ്പ ഇങ്ങനെ നോക്കുമ്പോ കതിരൂല തുണ്ട് പെരുമലേനു 22 മലപ്പുള്ള പൊന്നിയത്തേക്ക് പോകുന്നു. അവിടെ എല്ലാവർക്കും ഇതല്ലേ പോണ്ട. അവിടെ പൊന്നിയത്ത് കളരി കുരുക്കന്മാരെല്ലാം എത്തണ്ടേ. അല്ല അന്നേരം അവിടെ ഭക്ഷണം ഉണ്ടാവും. എന്ത് ഭക്ഷണ വലിയക്കാരാ ഇനി പറയുന്നു. ഇപ്പൊ വന്നാട്ടിനൊക്കെ ഭക്ഷണം അത് മറ്റൊരു കാര്യം. അന്ന് അംഗത്തിന് പോകുന്നതല്ലേ. തോളിലിട്ടിട്ട് ഒന്നും കൊണ്ടുപോയിന്നില്ല. അത് എന്നെങ്കിൽ കടാരി ഉണ്ടാവും. അത് ഒന്നെങ്കിൽ വീട് വിട്ടാല് അന്നേരം നിലത്തേക്ക് പോകും. അങ്ങ് തെങ്ങിന്റെ തെങ്ങുണ്ടാവില്ലേ കടാരോ അതങ്ങ് വിട്ടാല് ഇറങ്ങിക്കൊല്ലെങ്കിൽ പോകും. അത് കൊത്തി കുടിക്കലില്ല. വേറെ പിന്നെ തോളില് ഭക്ഷണം പായസം ഒന്നും കൊണ്ടുപോക്കുന്നില്ല. അപ്പോ ഇവരെ വീഴ്ത്തെങ്ങനെയെന്നറിച്ചോ. കതിർവേൽത്തുണ്ടും പെരുമലയിലും 22 മലപ്പുള്ളർ. എന്താ പറയുന്നത്? എനക്ക് പോകണം പൊന്നിയത്ത്, എനക്ക് കോത്തണം വാളും കയ്യും, കാരെന്ന് നെയ്യപ്പം കുത്തും പോലെ, പപ്പിടം പാട്ടിങ്ങെടുക്കും പോലെ, നീളാകാതീര് കൊത്തി പാറും പോലെ, എനക്ക് കോത്തണം വാളും കയ്യും. അപ്പോ ചാപ്പൻ തട്ടി വിളിച്ച് ഉദയന്ന തട്ടി വിളിച്ച പൊന്നത്തേക്കുള്ള വരവ് കണ്ടോന്ന് ചോദിച്ചു. നോക്കുമ്പോ ഇങ്ങോട്ടെത്തുമ്പോ പാട്ട് ഇത് തന്നെയാ. ഉടൻ നോക്കും പാട്ട് ഇത് തന്നെയാ. അടയ്ക്കുന്നു പൊന്നത്ത്. പിന്നെ നമ്മള് ഒരു കൈ ഇവിടെ നിന്ന് നോക്കുവന്ന്. വിരോധമൊന്നുമില്ല എന്നാ വേഗം അത് ആളുണ്ടാരം വന്നിങ്ങ് പുറപ്പെട്ട് കഴിഞ്ഞ് രണ്ടാളും പച്ചില കെട്ടി പല അടവ് ഇട്ട് പിന്നെ ചുണ്ടും പെരുമാല കുരുക്കളല്ലേ മലപ്പുള്ള എല്ലാ അടവ് ഇട്ട് ഉടനെ വാടി മയങ്ങുന്ന ഒരു രക്ഷയില്ല. നമ്മളെ ഉദയൻ തച്ചോളി വായ്പല്ല ഉദയന് ഒരു ഒഴിവുമില്ല. എന്തൊരു കഥ. ഉദയനം വാടി മയങ്ങുന്ന. അപ്പോൾ ഉദയനം വിളിച്ചു പറഞ്ഞ് ചാപ്പനോട്, ഒന്നെന്തോ കേക്കണേതെൻ്റെ ചാപ്പ, കുമ്പിട്ട് കൂത്താടി ചെന്നോണ്ടിറ്റോ, മലന്നിട്ട് കൂത്താടി ചെന്നോണ്ടിറ്റോ, ഒറ്റപ്പായേറ്റിട്ടും കൂത്താടിറ്റോ, മലയനോടാവതും ഗോതാവുമില്ല. അപ്പം ഉദയനം ചാപ്പം വേഗം പറഞ്ഞ്, ഒന്നെന്തോ കേക്കണോ കുഞ്ഞോദയനാ, നമ്മള് കാണാക ചെറുപ്പത്തില് എഴുതുവനത്തുള്ളി പോനേരത്ത് ആറ്റും മണപ്പുറേ പോയിട്ടില്ലേ. ചാപ്പ പറയുന്നു. അപ്പോഴൊക്കെ ഉദയന് മനസ്സിലായിപ്പോയി കാര്യം.
ആറ്റും മണപ്പുറം എന്ന് പറഞ്ഞാല് മണൽ കൂടി ആറ്റുമല മണലല്ലേ പോയി അല്ല നമ്മളെ ഉണ്ണിയാർച്ചന്റെ സ്ഥലമല്ല ആറ്റും മണല് ഉണ്ണിയാർച്ചന്റെ സ്ഥലമല്ല അത് ആറ്റും മണമല ഇത് ആറ്റും മണല ആറ്റിന്റെ മണല അതാ പറഞ്ഞേ നമ്മള് കനകച്ചെറുപ്പത്തില് എഴുതുന്നെഴുത്തൊള്ളി പൂനേരത്ത് ആറ്റും മണപ്പുറേ പോയിട്ടില്ലേ അപ്പൊ അപ്പൊക്കെ തോന്നിപ്പോയി പണിക്കരോട് പറഞ്ഞു അതിലൂലത്തുണ്ടു പേരുമളയാ 19ാമതാള് ഉണ്ടല്ലോ അച്ചമടി വെച്ച് ഞാൻ അടിക്കും ഞാനോ നല്ലോണം നോക്കിത്താടുത്തോളണേ പറഞ്ഞിട്ട് അതിലാകും കൂടുന്നതിന്റെ മുമ്പേ കാലിന്റെ പട്ടും പോയി കോരി 19ാമത്തെ അടവുണ്ട് നല്ലോണം നോക്കി തട്ടോളെന്നു അപ്പം പണിക്കരണ്ട് ചെയ്യാനാ 19ാമത് അടവ് കളരിമുറയിലില്ല ഓ എന്തെന്നാ ഈ അടവണോ പറഞ്ഞ് ബായിലാതെ കൂടുന്നതിന് മുമ്പേ കാലിന്റെ പാട്ടുമ്മ പൂയി കോരി പണിക്കര കണ്ണിൽ അടിച്ചു കഴിഞ്ഞു അതാ പൂയിക്കടല്ലേ അതാണ് പൂയിക്കട പണ്ടേ പറയുന്നത് പൂയിക്കട വെച്ചടിച്ച് പലത്തേനെ കൂട്ടിത്തീരുമ്പോ എത്തേനെ കൂട്ടിയാടി എന്നല്ലോ ഇതേ രക്ഷയുള്ളൂ ഒന്ന് അല്ല ഈ ചാപ്പന്റെ ബുദ്ധി അല്ലേ ചാപ്പന്റെ ബുദ്ധിയാണ് ഉടയന്റെ കഴിവ് ഉടയന്റെ ഇതല്ലേ ഉള്ളൂ പക്ഷെ ബുദ്ധി പ്രയോഗിക്കുന്ന ചാപ്പനാ ഉദയനന്റെ ശക്തിയും ചാപ്പന്റെ ബുദ്ധിയാ അങ്ങനെയാണ് അവിടെ വരുന്നത് അപ്പം കാലിന്റെ പട്ടുമ്പോ പോയി കോരി ഇയാളെ കണ്ണിലടിച്ച് കണ്ണിൽ പൂജ വെച്ച പിന്നെ എന്ത് പറയാനാ പത്തേനെ കൂട്ടി തിരുമ്പം എട്ടേനെ കൂട്ടി തല്ലിട്ട് തല്ലിട്ട് കണ്ണ് ചോദിങ്ങ ഇട്ടാരെ ഈ കുരുക്കളെ കണ്ണ് ചോദിങ്ങ കുട്ടിയൊക്കെ പറഞ്ഞു കരനീണയ്യപ്പം കുത്തിയെ കണ്ടോന്ന് ചവിട്ടിയൊക്കെ ആടിക്കോട്ടെ എന്താ നിവർത്തി നായരിങ്ങട്ട് ചെയ്യാൻ പാടില്ല എന്താ ഇവിടെ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ പിന്നെ പപ്പടം പാട്ടി എട്ട് കണ്ടോന്ന് ചോദിച്ചു ഇത് ഇവരാകുമ്പോ ചാടി പപ്പടം കാട്ടി ഇങ്ങട്ട് കണ്ടു അപ്പൊ കുട്ടികൾ എല്ലാം അടക്കട കഴിച്ച് ഇവര് പോയി എടാ കോഴിക്കോട്ടങ്ങാടി പോണ്ടേ ഇവിടെ ചരക്ക് വേണ്ടേ ഇവിടെ നേരം പോയില്ലേ അവൻ രണ്ടാളും ഇച്ചീണത്താലേ പിന്നെയും പോകുന്നേ ഉടനെ അങ്ങനെ പോയി തങ്ങാടി ചെല്ലുമ്പോ ഏതാണുള്ള അതിന് നമ്മളെ ജാതിയോ കൊലൊന്നും പറയാറ് അന്ന് ചെട്ടിമാറെന്നാ പറയാ ചെട്ടിമാറാന്ന് അധികം കച്ചവടക്കാർ ഷെട്ടി അവര് ഇങ്ങനെ പുഴയല്ല ഉടനെ കണ്ടേരെ കട വാങ്ങും കൊടുക്കുമല്ലോ അന്ന് പൈസ ഒന്നും ഇതിവിടെ ഭയങ്കര ആളല്ലേ എല്ലാരും പീടിയ നിലയിൽ ഇട്ടിട്ട് എല്ലാരും നല്ല ഉറക്കില്ല ഇപ്പൊ ഈ പീഡിയക്കാരല്ലോ അപ്പൊ ചാപ്പനോട് ചാപ്പാ ഇല്ല ഇവിടെ അടിച്ച വിട്ട കെട്ടിയ എല്ലാം നല്ല ഉറക്കില്ല വലിയ നഗരത്തിന് തീ വെക്കണം വലിയ നഗരത്തിന് തീ അങ്ങ് വെച്ചില്ല എല്ലാം ഇതിൽ ഉറങ്ങുന്ന കള്ള ഉറക്കാന്ന് ഉടനെ തിരിഞ്ഞു പൈസ കൊടുക്കാത്തോണ്ട് അടിച്ചടിച്ചു വിട്ടൊന്ന് കെട്ടിയ ഇതേ വലിയ നഗരത്തിന് തീ അങ്ങ് വെക്കുക നമുക്ക് പെടുന്ന ദാനം കിട്ടാൻ പിന്നെ ഈ നഗരവും വേണ്ട ഇത് കേട്ടാലും എല്ലാവരും തപ്പിക്കുറഞ്ഞ് എല്ലാം ഉറക്ക കഴിഞ്ഞ് ഇതെല്ലാം മുട്ടിക്കുറഞ്ഞിട്ട് വീഡിയോ ഉറക്കണം ഉടനെ ഉറക്കുന്ന പോലും പട്ടായിട്ടും പട്ട് നൂലായിട്ടും ബൊമ്പു ചെണ്ടായിട്ടും 300 പണത്തിന് ചാരക്ക് വാങ്ങി അതുകൊണ്ട് പോന്ന് പൈസ കൊടുത്തില്ല പൈസ കൊടുത്തോ ഇല്ലൊന്നും അംബിച്ച് നമ്മളിപ്പം പറയണ്ട അത് 300 പണത്തിന് 300 പണത്തിന്റെ മാണോ സാധനം വാങ്ങി പൈസ കൊടുത്തില്ല അതിന്റെ കൊടുത്തിട്ടുണ്ടാവില്ലെങ്കിൽ ഇങ്ങ് പോയിട്ടുണ്ടാവും ഇല്ല കൊടുക്കണ്ടോ ഒരു കണക്കിന് വരുന്നില്ലല്ലോ വലിയ ആറ്റം തീ വെക്കുന്നില്ല പിന്നെ വഴി പോയിക്കില്ലല്ലോ അപ്പൊ അങ്ങനെ
മേപ്പയിലേക്ക് തന്നെ വന്ന് ഇങ്ങ് പോണ്ടേ പുണ്യത്തേക്ക്. പുണ്യത്തേക്ക് ഇങ്ങനെ ഒരുങ്ങി പുറപ്പാടാ മേപ്പയെന്ന് എല്ലാ പിന്നെ ദൈവങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തി വിത്തില വെച്ച് ഇങ്ങനെ പുറപ്പെട്ടു. ഒലവെള്ളം ഉറക്കാവ് പോയില്ലേ. ആടെ പോയി നോക്കും ആട്ടെ കോമരാന്നും പറയും വെളിച്ചപ്പാടെന്നും പറയും. വെളിച്ചപ്പാട് പറഞ്ഞിട്ട് പറഞ്ഞു ഇതേട്ടേക്കാ പൊന്നത്തേക്കാണ് ഇക്കാലം പൊന്നത്ത് പോറുന്നു പറയും. ജാതകപ്പിഴവേനെ കിണ്ടോയന ഇക്കാലം പൊന്നത്ത് പോയക്കേറെ ഉച്ചാതിരിഞ്ഞാലും വിൽക്കഞ്ഞാലും പുണ്യത്തെ മണ്ണ് വീശ മണ്ണാണ്. ഇനിയിപ്പം പുണ്യത്ത് പോർന്നു എന്താ നിവൃത്തി ഇവിടെ ചരക്കും സാധനമെല്ലാം വാങ്ങി വെച്ചിട്ടല്ലേ. കുരുക്കളങ്ങന്ന് അറമുറ ചെയ്യല്ലേ. ചെമ്പോലല്ലേ എഴുതി മാറ്റി വെത്തില വെച്ച് മുറിച്ചല്ലേ. ഇപ്പം പോയിക്കൂടാന്നല്ലേ വെളിച്ചപ്പാട് ഓർന്നിട്ട് പറയുന്നത്. അപ്പോഴേക്കൊന്നാശം വിളിച്ച് ഭഗവതി എന്നും ഞാൻ വെക്കുവല്ലോ അമ്പലം പറച്ച് ഞാൻ എള്ള് വാളും. ഈ അവളെ ഉണ്ടാക്കി അമ്പലം പറിച്ചിട്ട് എള്ളാ വാളുന്ന ആടാ ഏത് വലവണ്ണൂർക്കാവില് അമ്പലം പറിച്ചിട്ടാ എള്ള് വാളുന്നത്. പറിച്ചിട്ടില്ലാലോ പറിച്ചിട്ട് എള്ള് വാളുന്നല്ലേ പറയുന്നത്. അപ്പം പിന്നെ വെളിച്ചപ്പാട് പറഞ്ഞു ഇരിക്കട്ടെ ഇനി പോട് പൊന്നിയത്തേക്ക് പോട്. ഒരു കാര്യമുണ്ട്. ഇനി പൊന്നിയത്തെത്തിയാല് പൊന്നിയത്തരിയാലിൻ്റെ മുകളിൽ 2 പക്ഷി ചുവപ്പും മഞ്ഞയിലും 2 പക്ഷി വന്ന് പോവും. അത് ഒന്ന് ഞാനായിരിക്കും, ഒന്ന് പുത്തൻ കോയിലൊത്ത ഭഗവതി ആയിരിക്കും. ഞാളെ കണ്ടാലേ ഇനി പടക്കളത്തിൽ ഇറങ്ങാവൂ എന്ന്. അതങ്ങനെ ചെയ്യുന്നു. അങ്ങനെ പുറപ്പെട്ടു ഇങ്ങ് വന്ന് പുറപ്പെടുന്നു. അപ്പം നോക്കുമ്പോ ഉറുക്കും നൂൽ മറന്നുപോയി. ഇവിടെ വെടിവെച്ചൊക്കെ ഉള്ളത് ഉറുക്കും നൂലില്ലേ. പോണ വഴിക്ക് തങ്ങ് മറന്നുപോയി. എന്തൊരു കാലക്കാട് അപ്പാ കയ്യന്നത്തിൽ തേയിൻ്റെ ഇട്ടുണ്ട് ഉറുക്കും നൂല് അതിന് വായിക്കൊന്നു. വേഗം കയ്യൻ്റെ അടുത്ത് പോയി കുറുപ്പിൻ്റെ ഉറുക്കുന്നൂല് ഇവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. ഏതാ ഉറുപ്പിൻ്റെ ഉറുക്ക് ഇവിടെ ഇല്ല. എന്തൊരു കാലക്കാർ ഇല്ല വേഗം പോകുന്നു. അതേ താൻ തന്നിട്ട് ചാപ്പേ അത് പോരാ, ഈ ഉറുക്കുന്നൂലും വേണം, പൊന്നിയമ്പടക്ക് പോന്നാന്ന് പറഞ്ഞാല് ഉറുക്കുന്നൂലും കൊടുക്കും. ഒറ്റ വാക്കില് പറഞ്ഞ പാട് ചടിങ്ങ് പോകുന്നു ചാപ്പേ. അതിന് വേണ്ടെന്ന് പറഞ്ഞ ചാപ്പനെല്ലാ ഇക്കമത്തും അറിയാലോ. അത് പിന്നെ അതിനവിടെ മെനക്കെട്ടില്ല. ചാപ്പനങ്ങനെ വെച്ചാല് ഇയാളെ കഴിച്ചണോ എന്നാ പിന്നെ ഒന്ന് നോക്കാന്ന് വെച്ച് ചാപ്പൻ വാങ്ങാണ്ടിങ് പോന്നു. അപ്പം വേഗം പോയിട്ട് പറഞ്ഞു കുറിപ്പിൻ്റെ ഉറുക്കുന്ന നാട്ടിക്കോട്ടില്ലെന്ന് പറഞ്ഞു. എന്നാ പോവാന്ന്. അപ്പം വിവരം അറിഞ്ഞു പോയി നാട്ടില് ഇല്ലാണ്ടാ പോന്നെന്ന്. നാട്ടിലെ അങ്ങനെ അറിഞ്ഞറിയാതെ ഇതാനും പോയേം തോടല്ലിങ്ങനെ തോടല്ലുണ്ട്. എന്നിട്ട് അതിൻ്റെ എട്ടം ചെന്ന് നോക്കും അതെല്ലാം ഇങ്ങനെ അങ്ങ് പോയി. പനങ്കണ്ടൻ എന്ന പുഴക്കെത്തി. ആടുപ്പിലും പാലം വലിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഉടനെ തന്നെ അക്കരെ പോറ് ഏട്ടൻ്റെ ആൾക്കാർ ഓലെല്ലാം അന്ന് അങ്ങനത്തെ ആൾക്കാരോട് പറഞ്ഞാൽ ഓല് പോയിട്ട് അമ്പായി നിയന്ത്രിക്കും. പാലം വലിച്ചു കഴിഞ്ഞു. പനങ്കണ്ടന വന്ന പോയന്റെ പാലം കഴിഞ്ഞു. ഓലെന്റെ ഇത് അന്തം പറഞ്ഞു പനങ്കണ്ടൻ എന്ന പോയും ചാടി വന്യത്താരയാക്കോലെത്തിയോരേനൻ. അപ്പൊ ഇങ്ങനെ 3-4 മറച്ചല് വന്ന ആടെത്തുന്നു. ആടെത്തി
നോക്കുമ്പോ ഇപ്പൊ അറിഞ്ഞ ആളില്ല. മാധവൂർ കുഴിക്കല പടവിളി പിടിച്ച അളർന്ന് ഇടാ ഒതേനെ എന്ത് രാത്രി ഒതേനെ പറഞ്ഞു നായരിക്ക മോറിലോട്ട് കളിക്കുന്നു. സമയം കഴിയുന്നില്ല ഇവിടെ. അപ്പൊ ഉദയനെ കണ്ടിട്ട് വളർന്നില്ല. അവിടെ പക്ഷി വന്നിട്ടില്ല. രണ്ട് പക്ഷി വരണ്ടേ? പക്ഷി വന്നേരെ ഉടനെ പടക്കാലത്ത് തുള്ളി വീണ്. ബാക്കി അടുത്ത വീഡിയോ കാണാം. കഴിഞ്ഞ ബാക്കി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ.